നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ ഫാത്തിമ തഹ്ലിയെ തള്ളി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. പൊതുവേദിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ല. പൊതുചടങ്ങിൽ വിളക്ക് കൊളുത്തുന്നത് ആരാധന എന്ന രീതിയിലാണെങ്കിൽ മുസ്ലിം ജനപ്രതിനിധി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും ഉമർ ഫൈസി മുക്കം. ദീപാരാധന, സൂര്യാരാധന, ഇങ്ങനെ തുടങ്ങി കണ്ടതിനൊക്കെ ആരാധിക്കുക എന്ന് പറഞ്ഞ സമ്പ്രദായം മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല. ആരാധനയുടെ അർത്ഥം നൽകുന്ന മേഖലകളിലും അതുമായി ബന്ധപ്പെടാനും പാടില്ല. ദീപാരാധനയിൽ പുണ്യങ്ങൾ ഉണ്ടാകും, ആ തുടങ്ങാൻ പോകുന്ന വിഷയം അതിനൊരു വളർച്ചയും പുരോഗതിയും ഉണ്ടാകും എന്ന ഒരു ദർശനത്തിൻ്റെ പേരിലാണ് വിളക്ക് കത്തിച്ചുകൊണ്ടുള്ള ആരാധന സമ്പ്രദായം പൊതുവേദിയിലേക്ക് കടന്നു വന്നത്. അത് ആ ഒരു നിലക്കാകുമ്പോൾ അതിനോട് ഒരു മുസ്ലിം ഏകദൈവ വിശ്വാസിയാകുന്ന ആൾക്ക് അത് ചെയ്യുന്നതിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, എന്താണ് വ്യക്തമാക്കുന്ന നിലപാടവർ? ഈ നിലവിളക്ക് വിവാദം വലിയ തലത്തിലുള്ള വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. സമസ്ത കേന്ദ്ര മുഷാവറ യോഗമടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെ അത്തരത്തിലുള്ള സമീപനം ശരിയല്ല, ഫാത്തിമ തഹ്ലിയ MLA തിരുത്തുന്ന സമീപനമാണ് മുഷാവറ യോഗത്തിൽ, സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ നിലപാടെടുത്തത്. അതേ നിലപാട് തന്നെയാണ് കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും ഒപ്പം തന്നെ സെക്രട്ടറിയും കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉമർ ഫൈസി മുക്കം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, അതായത് പൊതുവേദിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തേണ്ടതില്ല. വിളക്ക് കൊളുത്തുന്നത് ആർക്കും ചെയ്യാവുന്നതാണ്. ആരാധന എന്ന രീതിയിൽ കൊളുത്തുന്നത് മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല. ആരാധനയുടെ ഭാഗമായുള്ള വിശ്വാസത്തിന്റെ പേരിലെങ്കിലും തെറ്റ്. പൊതുചടങ്ങിൽ വിളക്ക് കൊളുത്തുന്നത് ആരാധന എന്ന രീതിയിലാണ്. ഒരു മുസ്ലിം ജനപ്രതിനിധി മാറി നിൽക്കുന്നത് നല്ലതാണ് എന്നാണ് ഉമർ ഫൈസി പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഉണ്ട്, അവ ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന ഒരു നിലപാടാണ് സമസ്ത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ഈ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വമോ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA ആയ ഫാത്തിമ തഹ്ലിയോ തയ്യാറായിട്ടില്ല. ഡോക്ടർ ഉന്മേഷ്. ശരി, അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.